ഇപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ വയനാട് എത്തിയിട്ടാണ്. വയനാട് എടയ്ക്കൽ കേവിലേക്കാണ് എത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കാണൊക്കെ കാണുന്നത് ഇവിടെയൊക്കെ. അത്യാവശ്യം വണ്ടികളാണ് ഇവിടെയൊക്കെ. ഇനി നമുക്ക് കേവിൻ്റെ ചില കാഴ്ചകൾ കാണാം. സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കിട്ടോ ഇവിടെയൊക്കെ. ഇപ്പോൾ നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഏകദേശം ഇവിടെ നിന്ന് കുറച്ചുകൂടെ നടക്കാനുണ്ട്. ഏകദേശം ഒരു 1-1.5 കിലോമീറ്റർ ഇങ്ങോട്ട് നടക്കാനുണ്ട്. ഇവിടുത്തെ വെയിലാണ്. സൈഡിലൊക്കെ ഒരുപാട് കടകളൊക്കെ ഉണ്ട് കേട്ടോ. കേവിലേക്ക് വന്ന് തിരക്ക് കണ്ടില്ലേ. നമുക്ക് വണ്ടി പാർക്ക് ചെയ്താട്ടോ അവിടേക്ക്. അങ്ങനെ എൻട്രൻസ് എത്തിയിട്ടോ. നമ്മൾ ടിക്കറ്റ് വേറെ എടുക്കേണ്ടി വരില്ല ഇവിടെ നിന്ന്. നമ്മൾ എൻട്രൻസിനെത്തി. കുറച്ച് അറിയിപ്പൊക്കെ കഴിച്ചു കേട്ടോ. സൈഡിൽ കണ്ടില്ലേ ഗുഹ മേലെ കയറുമ്പോൾ ഒരു അടിപൊളി കരിങ്കല്ലുണ്ട്. കുത്തിച്ചെരുവും യേശുവിൻ്റെതൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അതിലും കുറേ ഡിസൈൻ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഇരിക്കാനൊക്കെ ഉള്ള സെറ്റപ്പ് ഉണ്ട് കേട്ടോ. നല്ല തിരക്കുണ്ട്. കുറേ പേര് കണ്ട് ഇറങ്ങി വന്നിരിക്കുകയാണ്. അപ്പം നമ്മൾ യാത്ര തുടരുകയാണ്. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് കയറട്ടോ. ഭയങ്കര കുത്തനെയുള്ള കയറ്റാണ്. സൈഡിലൊക്കെ ഉണ്ടല്ലേ ഒരുപാട് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ. വെള്ളം കുടിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. ഇതോ എൻട്രൻസ് തോന്നുന്നുണ്ടല്ലേ. നമ്മള് വീണ്ടും കേറട്ടോ. നല്ല തിരക്കാണ്. കണ്ടില്ലേ കയറുമ്പോൾ തന്നെ വലിയൊരു പാറയിലുണ്ടല്ലേ. എന്തൊക്കെയോ കൊത്തി വെച്ചിട്ടുണ്ട്. എന്തോ ഒരു ലിപിയാണ്. ലിപി അല്ലല്ലേ. എന്തൊക്കെയാണല്ലോ സൗണ്ട് കേൾക്കണ്ടല്ലോ. അപ്പൊ നമ്മള് നായിക്ക് അടച്ചു കേട്ടോ. തമിഴ്നാട് കൂടുതലേ അല്ലേ. എന്തായാലും നമ്മൾ അവിടെ നിന്നാണ് കയറി വന്ന്. കണ്ടില്ലേ ആ വഴിയിൽ നിന്നാണ് കയറി വന്ന്. നല്ല തണലൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ ഒരു വീടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ കുറച്ച് ടയർഡായി കയറാൻ വേണ്ടിയിട്ട്.
ഗൈസ് നമ്മളിപ്പോൾ ഉപ്പിലിട്ട മാങ്ങ വാങ്ങിട്ടോ. ഇത് മാങ്ങ 50 ഉറുപ്പ്യ മേടിച്ച്. കുറച്ചുകൂടിയാണ് നടക്കാണ്ട്. ഇവിടെ നിന്ന് 3D എന്തോ സംഭവമൊക്കെ ഉണ്ട് കേട്ടോ, പിള്ളേർക്കുള്ളതാണ്. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ റെസ്റ്റ് എടുത്തു. ഇത് വീണ്ടും കയറാൻ പോകട്ടോ. അവിടെ 3D സംഭവം ഉണ്ട്. ടിക്കറ്റൊക്കെ വെച്ചിട്ടുള്ള പരിപാടി. അത്യാവശ്യം നല്ല ഒരുപാട് പേര് അവിടെ വരുന്നുണ്ട്. അവിടെ നിന്ന് ടിക്കറ്റിന് എത്രയാണോ? ടിക്കറ്റ് എടുത്തിട്ടില്ല. അവിടെ നിന്ന് ബസ് ടിക്കറ്റ് എടുത്തുള്ളൂ. പാർക്കിംഗ് ടിക്കറ്റ് ആണോ? പാർക്കിംഗ് ടിക്കറ്റ് മാത്രമേ എടുത്തുള്ളൂ. ടിക്കറ്റ് മേലാണ് അതിൻ്റെ ഇത് കേട്ടോ. അപ്പൊ ഗൈസ് ഇത് കയറാൻ തന്നെ വലിയ ടാസ്ക് കേട്ടോ. നോക്കിയേ, അവിടെ നമ്മൾ കയറി വന്നത്. അവിടെ മുളയരി പായസം, അങ്ങനെ ബിസ്ക്കറ്റ്, എന്താ എങ്ങനെയാ ഞാൻ കുടിച്ചിട്ടില്ല. സിനിമയിൽ മധുരം ഉണ്ടത്. ഞങ്ങൾ മുളയരി പായസം ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ആദ്യമായിട്ട് കഴിക്കുന്നത്. അപ്പം നമ്മൾ അന്ന് പായസം കുടിച്ച് വീണ്ടും നമ്മുടെ യാത്ര തൊട്ട് കേട്ടോ. എന്തായാലും അത്യാവശ്യം ഉണ്ട് അങ്ങോട്ട് പോവാൻ. നമ്മളിപ്പോൾ തന്നെ ഫുൾ ടയർഡായി. ഇനി വഴിയിൽ ഫുള്ള് കച്ചവടക്കാരാട്ടോ, കംപ്ലീറ്റ് എല്ലാവിധ സാധനങ്ങളും ഐറ്റംസും ഉണ്ട് ഇവിടെ. ഗൺ ഷോട്ട് ഉണ്ട്, 10 രൂപയുള്ളോ. ഇതിനെ വേണ്ട തോക്ക് പിടിച്ചു വേണമെങ്കിൽ കണ്ണ് പിടിക്കാതെ. അപ്പം എനിക്കും വേണോ? അപ്പം ഞങ്ങളൊന്ന് ഗൺ ഷോട്ട് നോക്കുകയാണ്. ചെക്കത പോലെ ഉണ്ടല്ലേ. ഇങ്ങോട്ട് വെക്കല്ലേട്ടോ വെടി, ഇനി അങ്ങോട്ട് വെക്കിട്ടോ. ആ ആമ്പോ ഇതാ ഇളക്കി തോന്നുന്നല്ലേ. ഒട്ടിയില്ല, സാരല്ലടാ, പോവാ. ഇവിടെ കണ്ടില്ലേ, ഇവിടെ വെറൈറ്റി സാധനങ്ങളുണ്ട് കേട്ടോ. അതുപോലെ തേയിലൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. കോഫി അല്ലേ? കുറേ വെറൈറ്റി സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഇതായിരിക്കണം ഈ സൈഡിൽ. വേറെ ഒന്നും കുറേ ഉണ്ട് കേട്ടോ ഈ സൈഡിൽ, കുറേ കാണാൻ. എവിടെയുണ്ട് കുറേ. കണ്ടില്ലേ, ഒരു 5 മിനിറ്റ് കൂടി ഇരിക്കും നമുക്ക്. ഇഷ്ടം വേറെ കുറേ ഇരിക്കുന്നുണ്ട് കേട്ടോ അവിടെ. മാലിന്യം അങ്ങനെ അറിയാൻ പാടില്ല ഇവിടെ. നമുക്ക് അവിടെ നിന്നാണ് കയറി വന്നത്. കുറേ കാപ്പിത്തോട്ടങ്ങൾ കണ്ടില്ല അവിടെ.
ടിക്കറ്റ് കൊണ്ടോട്ടോ. ഇവിടെ ടിക്കറ്റ് കൊടുക്കുക. നമ്മളവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വരണം. നമ്മളവിടുന്ന് ടിക്കറ്റ് എടുക്കാൻ പോയില്ല. അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. ഇതാണ് എൻട്രൻസ്. ടിക്കറ്റ് എടുത്തിട്ട് അവിടെ നിന്ന് ഒരാൾക്ക് 50 അപ്പോൾ നമ്മൾ കണ്ടില്ലേ ഉള്ളിലേക്ക് കയറുക. ടിക്കറ്റ് എടുത്തു ഗാർഡനായിട്ടോ ഉള്ളിൽ കയറി 5 മിനിറ്റ് കൊണ്ട് ഇരിക്കാടോ. അവിടെ ഇരിക്കും. അവിടെ ഇരിക്കാം മലയുടെ നേരെ. ഏത് മലയുടെ മേലെ? ഇവിടെ തണലത്തിരുന്നൂടെ? ആ നമ്മളിപ്പോൾ എന്തായാലും കുറച്ച് ഇരിക്കുകയാണ്. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് അടിപൊളിയായിട്ട് കയറാൻ വെച്ചിട്ടാണ്. ഇപ്പോൾ കുറേ പേര് ഇതാ ഇറങ്ങി വരുന്നുണ്ടില്ലേ? അവിടെ നിന്ന് ഇറങ്ങി വരുന്നു. ഇപ്പോൾ ഗേസ് നമ്മളിപ്പോൾ യാത്ര വീണ്ടും തുടരും കേട്ടോ. അവിടെ നിന്ന് ഇപ്പോൾ ടിക്കറ്റ് എടുത്തു. എൻട്രൻസിൽ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടെങ്കിൽ ഫുള്ളി അതുകൊണ്ട് അവിടെയാണ് അതിൻ്റെ ഗുഹയുടെ ടോപ്പ് വശം. ആണല്ലേ? എനിക്ക് ഇരിക്കാനുള്ള കുറേ സെറ്റപ്പൊക്കെ ഉണ്ട് ഇവിടെ. പ്രവേശനമില്ലെന്നൊക്കെ വരിച്ചുള്ളൂ. അവിടെ തന്നെ നമ്മൾ ഇറങ്ങി. ഉണ്ടല്ലേ? ബ്രേക്ക് ഒരുപാട് പേര് കണ്ടില്ലേ നമുക്ക് കയറി വരുന്നത്. അങ്ങനെ കയറിയൊന്നുണ്ട്. അവിടെ കുറെ വീടൊക്കെ ഉണ്ട്. എളുപ്പമല്ലേ? കുഴപ്പമില്ല. സംഭവം പൊളിയാട്ടോ, അടിപൊളിയാട്ടോ. ബസ്സായിട്ട് കയറാം. എത്തിട്ടാ കേവ് എത്തിട്ടാ. നമുക്കവിടെ ഇരിക്കാള്. നമ്മുടെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാലേ എന്ത് വിളിക്കുന്ന പോണം? കണ്ടില്ലേ? ഡേഞ്ചറാണ് അതിൻ്റെ ഉള്ളിലേക്ക് പോവാൻ. കണ്ടില്ലേ? അതിൻ്റെ ഉള്ളിൽ വലിയ ടാസ്ക് കണക്കെ പോകാൻ കേട്ടോ. നിൽക്കാനൊക്കെ വലിയ റിസ്ക്കാണ് അതിൻ്റെ ഉള്ളിൽ. ഗൈസ് അപ്പോൾ ഇതിന് മേലേക്കാണ് ഇവിടെ ക്യൂ ഒക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് പേര് അവിടെ നിന്ന് കയറി വരുന്നുണ്ട്. ഇവിടെ ഇരിക്കുന്നുണ്ടില്ലേ? നമ്മൾ മേലേക്ക് കയറുന്നു.
ഇരേട്ടാ വഴിക്കൂടാണ്. ആ കയറാൻ പറ്റാത്തവർ ഉണ്ടാവില്ല. അതുകൊണ്ട് ചെറിയ ഇതാണ്, റിസ്ക്കാണ്. ചെരുപ്പ് ഊരിട്ട് കയറേണ്ടി വരില്ലേ? നമ്മൾ കയറുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ കയറുക എനിക്ക് ക്ഷമല്ല. ഫാമിലിയൊക്കെ ഉണ്ട് കേട്ടോ കയറാൻ. അപ്പോൾ നമ്മൾ കയറാൻ പോകട്ടോ. റിസ്ക്കാണ്. ഒക്കെ കയറാനുള്ള ആൾക്കാരെന്നെ ഇവിടെ ഉള്ള കണ്ടില്ലേ. ഇതിനെ അപ്പുറത്ത് കൂടെ ഇറങ്ങുന്നുണ്ടല്ലേ? അപ്പുറത്തെ അയ്യോ ഗൈസ്, ഇത്ര ഉള്ളൂ കേട്ടോ. ഇത് സിമ്പിൾ സാധനമാണിത്, കണ്ടില്ലേ? ഒരുപാട് യൂട്യൂബ് ചാനൽ ട്രാവൽ വിത്ത് വിഷ്ണു. വിത്ത് വിഷ്ണു. അപ്പോൾ നമ്മൾ കയറിട്ടോ. കയറി വന്നു കേട്ടോ. കണ്ടില്ലേ? നമ്മൾ മുന്നേ പോയിട്ട് നല്ല വലിപ്പൊക്കെ ഉണ്ട് കേട്ടോ. നോക്കി അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്. ഇറങ്ങി പോകണതും അപ്പോൾ നമ്മൾ ഇനി അതിൻ്റെ ഉള്ളിൽ കൂടി കയറാൻ പോകട്ടെ ഗൈസ്. കാണാറുണ്ട് കേട്ടോ. ഇതാ അതിൻ്റെ അടിയിലേക്കൊക്കെ വേണമെങ്കിൽ പോകട്ടെ നമുക്ക്. ഇതിൻ്റെ അടിയിൽ പോയോക്കടാ, പോടാ. കണ്ടില്ലേ ഗൈസ്? അത്യാവശ്യം ആൾക്കാർ നല്ല തിരക്കാട്ടോ. പോണു, കുറേ ആൾക്കാർ പോകണം. അടുത്ത ഫാമിലി വരുന്നു. എല്ലാവിധ ടൈപ്പ് ആൾക്കാരുണ്ട്. ഫാമിലീസ്, ബാച്ചിലേഴ്സ് ഒക്കെ വരുന്നു. അതാ വരുന്നു. അടുത്ത ആൾ വരുന്നു. കേവിൻ്റെ ഉള്ളിൽ actually. What you want to take my picture of yours? പിക്ചർ എടുക്കാനാ? No, not my picture. Actually, my husband forgot his date, so I'm searching that. ഒന്നും അറിയില്ല, ഒന്നാണ്. നമ്മളിപ്പോൾ അവിടെ നിന്നാണ് ഇറങ്ങി വന്നിട്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേലേക്ക് കയറണം. ഉണ്ടല്ലേ, ഇതിൻ്റെ മേലേക്കാണ് നമ്മൾ കയറാൻ കേട്ടോ. അതിൻ്റെ മേലെ കൂടെയാണ് നമ്മൾ പോണത്. സിമെൻറ്റ് സ്റ്റെപ്പുകളൊക്കെ കൊടുക്കുന്നു കേട്ടോ. ഒരുപാട് പേര് അവിടെ നിന്ന് വരുന്നുണ്ട്. ഗാർഡൻസൊക്കെ ഉണ്ട് കേട്ടോ നോക്കാൻ വേണ്ടിയിട്ട്. അതിലൊക്കെ ഭയങ്കര ശ്രദ്ധിക്കണം. നമ്മളവിടുന്ന് മേലേക്ക് കയറിട്ടോ. ആ ഇതിൻ്റെ മേലെ കണ്ടില്ല, അവിടെ ഒരു കല്ല് നിൽക്കുന്നു കേട്ടോ. ഭയങ്കര ഡേഞ്ചർ അത്. നമ്മുടെ മേത്തേക്ക് തന്നെ വീഴുമോയെന്ന് പറയാൻ പറ്റില്ല.
ഭയങ്കര ഡേഞ്ചറൊക്കെ അവിടെ നിൽക്കും. മരം വന്നിട്ടാ മരം വന്ന ഈ വഴിയാണ് നമുക്ക് പുറത്തേക്ക് പോകാനുള്ളത്. കണ്ടില്ലേ, ഇത് ഇവിടുന്ന് അടുത്ത സെക്ഷൻ കേട്ടോ. അവിടെ നമുക്ക് ഇറങ്ങാം. വലിയൊരാട് ഫ്രീ ആയിട്ട് കയറാം. ഇതിപ്പോൾ ഇത് പുറത്തേക്കുള്ള വഴിയല്ലേ ഇത് കഴിഞ്ഞില്ലേ? ഞാൻ മേലെ കയറി അങ്ങോട്ട് പോകും. ഈ ഗ്യാപ്പല്ലേ, ആ ഗ്യാപ്പിന്റെ ഇത് കാണാൻ പറ്റാൻ അതുപോലെ ലിപികളൊക്കെ ഉണ്ട്. പഴയ ആൾക്കാർ കൊത്തി വെച്ചല്ലേ, എഴുത്തുറോ അങ്ങനെ സംസ്കാരങ്ങളില്ലേ. ഇരുന്നാടെ കുറച്ചേരാം കണ്ടില്ലേ ഇങ്ങോട്ട് നിൽക്കണം സ്റ്റെപ്പ് കല്ല് ഇറങ്ങി. എന്താ കണ്ടില്ലേ? വലിയ ടാസ്ക് ഒന്നും കേട്ടോ കയറാൻ. സിമ്പിളായിട്ട് കയറണം. ഇങ്ങോട്ട് നല്ല വെയിലാണ്. ആ വഴി താഴത്തോട്ട് ഇറങ്ങാനാണ്. നമ്മളിപ്പോൾ അവിടെ നിന്ന് വന്ന് ഗുഹ വിളിച്ച് പോയിട്ട് ഇതിനാണ് കയറി വന്നിട്ടോ. ഇതിനാണ് എക്സൈറ്റ്, ഇതിനെ പുറത്തേക്ക് ഉള്ള വഴി ഉണ്ടല്ലേ. നല്ല തിരക്കാണ് ഉണ്ടായിക്കൊണ്ട്. മേലെ കണ്ടില്ലേ നല്ല അടിപൊളി വ്യൂ പോയിന്റ് കേട്ടോ. സൈഡിലെ കണ്ടില്ലേ വലിയൊരു പാറാട്ടത്, അതിൻ്റെ അടിയിലാണ് ഈ സംഭവം. ഇടയ്ക്കൽ ഗുഹ ഫുൾ സേഫ്റ്റിയാണ്. പിന്നെ സ്റ്റീലിൻ്റെ കണ്ടില്ലേ ഒരു പടികൾ നല്ല സെറ്റപ്പുണ്ട്. അതുകൊണ്ട് അവനവിടെ നിന്ന് കയറി വരിക. ഇറങ്ങുന്നവരും കയറുന്നവരും തിരക്ക് കണ്ടില്ലേ. അതുപോലെ തന്നെ കയറി വരുന്നുണ്ട്, ഇറങ്ങുന്നുണ്ട്. വരുന്നു പോണം മോനെ. ഗൈസ് ഒന്നും പറയാനില്ല കേട്ടോ, അത്യാവശ്യം തിരക്കാണ്. കണ്ടില്ലേ അവിടെ പിന്നെ ക്ലോസ്. അങ്ങോട്ട് എന്താ സംഭവം, ഇറങ്ങാൻ പറ്റുമോ ഇതിനെ? വിളിക്കിറങ്ങിയതെന്നോ ആരാ? ഇവിടെ എന്തോ നിബന്ധന കൊടുക്കുന്നുണ്ട് കേട്ടോ, നിശബ്ദത എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അമ്മ തിരക്കോട്ടെ അതിൻ്റെ ഉള്ളിൽ. ഉണ്ടല്ലേ സംഭവം വെറൈറ്റി ഇല്ല കേട്ടോ. ഇത് നിർമ്മിച്ചാടത് ലിപികളാണോ അത്? അറിയില്ല. എന്തൊക്കെ കൊത്തി വെച്ചിട്ടുണ്ടോ, നമുക്ക് എന്താണെന്ന് കറക്റ്റായിട്ട് അറിയില്ല. കണ്ടില്ലേ ആ സൈഡിലും കൊത്തി വെച്ചിട്ടുണ്ട്. അവിടെയൊക്കെ നിറച്ചിട്ടുണ്ട്.
ഫുള്ളായിട്ടുണ്ട്. आज फूल से साउंड സംഭവം മനസ്സിലാവുന്നില്ല. സ്ക്രാച്ച് ചെയ്തൊക്കെയാണല്ലോ. കേട്ടൊക്കെ ഉണ്ടല്ലേ, നമ്മൾ കടക്കാൻ പറ്റി തോന്നുന്നില്ലേ? அது ஃபுல்லா வியூ பண்ணு. லாங் ஷாட் எடு. சாரி லாங் ஷாட் எடு. റൈറ്റാണ്, വെള്ളമൊക്കെ ഉണ്ട് തോന്നുന്നില്ല. ആ സമയത്ത് എഴുത്തുണ്ടായിരുന്നില്ല. നെക്സ്റ്റ് ജനറേഷനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്നതാണ്. അതിന് ശേഷം വന്നിട്ടാണ് സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജ് തമിഴ് ബ്രാഹ്മി ലാംഗ്വേജ്. പലപരി താത്തക്കാരി ഒടുങ്ങോമല പാണഗജ കച്ചന ദാറ്റ് മീൻസ് മെനുഫക്കിട്ട് സോമനി ടൈം അനേകം പുലികളെ കൊന്ന ഒരാൾ താമസിച്ചിരുന്നു. രണ്ടാമത്തെ ലൈൻ കുടുംബീയ കുലവർദ്ധനാശം ഇത്. അപ്പോഴാണ് പറയുന്ന കുടുംബീയ ഗോത്രക്കാരെ താമസിക്കുന്ന അവൻ്റെ പേര് വിട്ടുപറമ്പലാണ്. അവൻ്റെ കുലത്തിൻ്റെ യശസ്സിന് വേണ്ടി എഴുതപ്പെടുന്ന ഒന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് അടുക്കൽ പോയത്. ഇവിടെ ഇതിനെ ഇടാ. ഗുഹയുടെ ഉള്ളിൽ കൊണ്ടില്ലേ, ഭയങ്കര കൂളിങ് കേട്ടോ. അടിപൊളിയായിട്ട് നിൽക്കാനൊക്കെ പറ്റും ഇവിടെ. നമുക്ക് അങ്ങോട്ട് പോയൊക്കെ എന്താ സംഭവം നോക്കി നോക്കാം. അതെ, അപ്പോൾ നമ്മളിനി അങ്ങോട്ട് പോയി നോക്കട്ടോ. ഇവിടെ ഹോളൊക്കെ ഉണ്ട്, ഭയങ്കര ശ്രദ്ധിച്ച് നടക്കണം. അതല്ലേ സകലത്തെ നീക്കോളാമല്ലേ. അതൊക്കെ പോണാൻ മാറ്റി കേട്ടോ. ബസ് കേട്ടോ, ഭയങ്കര ഡേഞ്ചറാണത്. നമ്മൾ ആ കാഴ്ചയും കണ്ടിട്ടാ. மட்டும் நல்லா இருக்குங்க. மொபைல் இருந்தால் நல்லாவே வர மாட்டேங்குது. அவங்க பேச മേലെ കണ്ടില്ല, ഇത് രസമായിട്ട് കാണാൻ. പാണഗജ കച്ചനെ മലയാളം പറഞ്ഞാൽ മതി.
മലപുലി താത്തക്കാരി ഒടുങ്കോമലി പാണ ഗജ കച്ചനെത്തി അത് തമിഴ് ബ്രാഹ്മി ലാംഗ്വേജിലാണ് 2300 വർഷം മുമ്പ് എഴുതിയിരിക്കുന്നതാണ്. ഇത് പല പുലികളെ കൊന്ന ധീരനായ ഒരു കാട്ടുരാജാവ് ഇവിടെ താമസിക്കുന്നുണ്ട്. ഇതാണ് ഇത് ഏതാ ലിപി? ഇത് തമിഴ് ബ്രാഹ്മി. തമിഴ് ബ്രാഹ്മണല്ലോ. ഇതെന്താ? അത് കാവടിയാട്ടം ചിത്രം 2300 വർഷം തൊട്ടുള്ള. അപ്പോൾ ഗൈസ് ഇതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകൾ ഇത്രയ്ക്കന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ചരിത്രം കൂടി ഉണ്ട് ഇവിടെ. അപ്പോൾ അതിൻ്റെ ചരിത്രം തമിഴ് ബ്രാഹ്മിൺസിൻ്റെ ചെറിയ ചരിത്രം കൂടി ഉണ്ട്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല ഇതിൻ്റെ ഉള്ളിൽ. ഇവിടെ കണ്ടില്ലേ, എനിക്ക് കയറാനൊന്നും പറ്റില്ല, ഒരു ഡേഞ്ചറാണ്. നമ്മൾ പുറത്തേക്ക് ഇറങ്ങണത്. അപ്പോൾ ഗൈസ് നമ്മൾ മേളിൽ നിന്ന് ഇറങ്ങി കേട്ടോ, കാഴ്ചകൾ കണ്ടിട്ട്. അതുകൊണ്ട് ഭയങ്കര ടാസ്ക് കേട്ടോ അവിടെ നിന്ന് ഇറങ്ങാൻ. നമ്മൾ ഇറങ്ങി വന്ന വഴി കേട്ടോ അവിടെ നിന്ന് കണ്ടില്ലേ. പോകുമ്പോഴും വലിയ ടാസ്ക് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പ് കൂടി ഇറങ്ങുകയാണ്. ഇറങ്ങാൻ അധികം ആൾക്കാർ വരുന്നില്ലേക്ക്, ഇറങ്ങാൻ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇറങ്ങി അത്യാവശ്യം അടിവാരത്തെത്തിയിട്ടാ. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ അതിൻ്റെ മേലെ നിന്ന് ഇറങ്ങിയിട്ടാ, നമ്മൾ അടിവാരത്തെത്തി. അപ്പോൾ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് ഇടാ? അടിപൊളിയല്ലേ? നല്ല തിരക്കായിരുന്നു കേട്ടോ മേലെ. നമ്മൾ ഇറങ്ങി വന്ന് ഇവിടെ റെസ്റ്റ് എടുക്കുകയാണ്. അപ്പോൾ നല്ലൊരു അടിപൊളി കേവ് തന്നെ അത്, വെറൈറ്റി. അപ്പോൾ നമ്മളാകെ കിതച്ച് ടയർഡായിട്ടാണ്. അപ്പോൾ ഗൈസ് ഇത്രയ്ക്ക് തന്നെയാണ് ഇവിടുത്തെ മെയിൻ സംഭവങ്ങൾ. നമ്മളിവിടെ വീഡിയോ അവസാനിപ്പിക്കുക. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.